അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്നത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ പുറത്താണ്. ആ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് എപ്സ്റ്റൈൻ ഫയൽസ്. അമേരിക്കയിലെ കുപ്രസിദ്ധനായിട്ടുള്ള ലൈംഗിക കുറ്റവാളിയാണ് ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്നത്. ലൈംഗിക ആവശ്യങ്ങൾക്കായി കുട്ടികളടക്കമുള്ള മനുഷ്യക്കടത്ത്, റേപ്പ്, പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ അടങ്ങിയ മാരകമായിട്ടുള്ള ചാർജുകളാണ് എപ്സ്റ്റൈനെതിരെ ഉള്ളത്. ജൂലൈ 2019 അറസ്റ്റിലായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റൈൻ ഓഗസ്റ്റിൽ സെല്ലിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. കൂട്ടുപ്രതിയായ ഗിസ്ലൈൻ മാക്സ്വെൽ ഇപ്പോഴും തടവിൽ തുടരുന്നു. എന്നാൽ ട്രംപിന് പണിയായത് എപ്സ്റ്റൈനുമായി ഉണ്ടായിരുന്ന അടുത്ത സൗഹൃദമാണ്. എപ്സ്റ്റൈന്റെ ഇരകളായ പെൺകുട്ടികളെ തേടി ലൈംഗിക അഭിലാഷങ്ങൾ തീർക്കാൻ ട്രംപും ചെന്നിട്ടുണ്ടെന്നും ഇതേക്കുറിച്ചുള്ള എപ്സ്റ്റൈന്റെ മൊഴികളും തെളിവുകളുമൊക്കെയാണ് എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് വിളിക്കപ്പെടുന്നത്. എന്നാൽ ഈ ഫയലുകൾ പൂഴ്ത്തി വെച്ചുകൊണ്ടാണ് ട്രംപ് ഭരണത്തിൽ തുടരുന്നത് എന്നാണ് വിമർശകരുടെ വാദം. ഇപ്പോഴത്തെ ട്രംപിന്റെ ലൈംഗിക വൈകൃതങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള എപ്സ്റ്റൈന്റെ ഒരു ഇമെയിൽ പുറത്തായതിനെ തുടർന്നാണ് ട്രംപിന്റെ മാഗാ സംഘവും പ്രതിരോധത്തിലായിരിക്കുന്നത്. ഇതോടെ ഇനി പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാത്രി തന്നെ രാജിവെക്കുമെന്നും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എപ്സ്റ്റൈന്റെ കൂട്ടുപ്രതിയായിട്ടുള്ള മാക്സ്വെല്ലിന് പാർഡൺ നൽകും, അതായത് മാപ്പ് നൽകിയിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ ട്രംപ് സ്ഥാനമൊഴിയും. അതിനുശേഷം പിന്നാലെ US പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്യുന്ന JD വാൻസ് ഉടൻ തന്നെ ട്രംപിന് മാപ്പ് നൽകി ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും. ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ട്രംപിന്റെ എൻഡ് ഗെയിം, ഇതാണ് ട്രംപിന്റെ പ്ലാനുകൾ. ഇങ്ങനെയുള്ള ട്വീറ്റുകൾ പല എക്സിൽ അങ്ങിങ്ങായി പരക്കുന്നുണ്ട്. മാർജോറി ടെയ്ലർ ഗ്രീനെ പോലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ തന്നെ എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തുവിടണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെട്ടെങ്കിലും അതെല്ലാം ഒരു ഡെമോക്രാറ്റ് തട്ടിപ്പായിട്ടാണ് ട്രംപിന്റെ നിലപാട്. ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു തട്ടിപ്പാണ് ഇതെല്ലാം എന്നാണ് ട്രംപിന്റെ ഒരു നിലപാട്. മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റനുമായുള്ള എപ്സ്റ്റൈന്റെ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീതിന്യായ വകുപ്പ് അന്വേഷിക്കുമെന്ന് അറ്റോർണി ജനറൽ പാം ബോണ്ടെ ഉറപ്പു നൽകി. അതേസമയം എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തുവിടുന്നതിനെ സംബന്ധിച്ച് സഭ ചൊവ്വാഴ്ച വോട്ടെടുപ്പ് എടുക്കാനിരിക്കുകയാണ് എന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.